ഗേളി മീഡിയയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ കൃഷ്ണഗാഥ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ? ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് അങ്ങനെ ഗാഥയുടെ അതേ സ്വഭാവവും രീതികളും നമ്മുടെ കൃഷ്ണയെ പഠിപ്പിക്കാൻ വേണ്ടി സിമിയെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇതേ സമയത്താണ് നവീൻ്റെ വീട്ടിൽ അവരെല്ലാം കൂടെ തീരുമാനിക്കുന്നു, നമ്മുടെ ഗാഥയെ പോയി കാണണം, കണ്ട് സംസാരിക്കണം, അവിടെ ആശുപത്രി വന്നിട്ട് ആരും പോയില്ലല്ലോ എന്നുള്ളത്. അങ്ങനെ അവരെല്ലാം പോകാൻ വേണ്ടി തീരുമാനിക്കുന്നു. ആ സമയത്ത് നിർമ്മല പറയുന്നു, നമുക്കും അവരുടെ കൂടെ എങ്ങനെയെങ്കിലും പോകണം, എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് കിട്ടാതിരിക്കത്തില്ല എന്ന് പറയും. അപ്പോൾ നമ്മുടെ നിർമ്മലയുടെ ഭർത്താവ് പറയും, നിനക്കിനി മറ്റുള്ളവരുടെ നിന്ന് അടി മേടിച്ചു കൂടാനായിരിക്കും നിൻ്റെ വിധി എന്നൊക്കെ പറയും. ഇല്ല, എന്തായാലും നമുക്ക് അവരുടെ കൂടെ പോകണം എന്ന് പറയും. അപ്പോൾ കീർത്തി പറയും, നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ അടി കൂടല്ലേ എന്ന് പറയും. അങ്ങനെ രണ്ടുപേരും അങ്ങനെ അവരുടെ കൂടെ എങ്ങനെയും കയറിപ്പറ്റി പോകാം എന്നുള്ള ധാരണയിൽ നിൽക്കുകയാണ്. ഇതേ സമയത്താണ് നമ്മുടെ കൃഷ്ണയെ സിമി ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇംഗ്ലീഷ്, ഹവാറിയും ഐ ആം ഫൈൻ എന്നൊക്കെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കൃഷ്ണയ്ക്ക് അതൊന്നും പറയാനൊന്നും പറ്റുന്നില്ല. കൃഷ്ണയ്ക്ക് വളരെ ബുദ്ധിമുട്ടാകുന്നു. അപ്പോൾ കൃഷ്ണൻ നല്ല കുട്ടനാടൻ ഭാഷ ഇങ്ങനെ പറഞ്ഞു ചിരിക്കുന്നു. അപ്പോൾ സിമിയും ചിരിക്കുന്നു അതിൻ്റെ കൂടെ, കാരണം ഇവളുടെ ഓരോ ആംഗ്യങ്ങളൊക്കെ കണ്ട്. അപ്പം നമ്മുടെ ഗാഥ അങ്ങോട്ടേക്ക് വരുന്നു. ഗാഥ പറയുന്നത്, എന്താണ് ഇവിടെ കാണിക്കുന്നത്, ഇതൊന്നും നടക്കത്തില്ല, ഇവർക്ക് എന്നെ പോലെ ആകാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം പറഞ്ഞ് ഭയങ്കര പ്രശ്നമാക്കുകയാണ്. ആ സമയത്ത് സിതാരയും വരും അങ്ങോട്ട്. അപ്പോൾ സിതാര പറഞ്ഞു, നിങ്ങൾ എന്താ ഇവിടെ സൗണ്ട് ഉണ്ടാക്കുന്നത്? അപ്പോൾ സിതാരയെ കണ്ടപ്പോഴത്തേനും നമ്മുടെ കൃഷ്ണയ്ക്കും പേടിയാവുന്നു. അപ്പോൾ സിമി പറയുന്നു, ഗാഥാ മാഡത്തിൻ്റെ കുറേ കാര്യങ്ങൾ പഠിപ്പിക്കുകയായിരുന്നു പറയുന്നു. എന്നിട്ടാണോ ഇവിടെ ഓരോന്ന് ചിരിച്ചു കളിച്ചിരിക്കുന്നതെന്നൊക്കെ പറയും. അപ്പോൾ നമ്മുടെ കൃഷ്ണ വന്നിട്ട് ഒച്ചപ്പാടുണ്ടാക്കിയിട്ട് അങ്ങോട്ടേക്ക് പോകും. അപ്പോൾ സിതാര പറയും, ഞാൻ എന്തായാലും അവളെ ഒന്ന് കാണട്ടെ എന്നുള്ള രീതിയിലൊക്കെ പറയാം. ആ സമയത്താണ് നമ്മുടെ നവീൻ്റെ കോള് വരുന്നത്. കോള് വരുമ്പോൾ നമ്മുടെ ഗാഥ പറയുന്നത് നവീൻ വിളിക്കുന്നുണ്ടെന്ന് പറയും. അപ്പോൾ പറയും, മോളിപ്പോൾ എടുക്കണ്ടെന്ന് സിതാര പറയും. അങ്ങനെ ആ ഫോണ് കൃഷ്ണയുടെ കയ്യിൽ കൊടുത്തിട്ട് ഫോൺ എടുക്കാൻ പറയും. അപ്പോൾ കൃഷ്ണ പറയും, ഞാൻ എന്ത് പറയണം, എനിക്ക് അറിയില്ല എന്നുള്ള രീതിയിലൊക്കെ പറയും. അപ്പോൾ അങ്ങനെ ഇംഗ്ലീഷിൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. പക്ഷേ കൃഷ്ണയ്ക്ക് അതൊന്നും പറയാൻ പറ്റുന്നില്ല. അങ്ങനെ നവീൻ്റെ കോൾ എടുത്ത് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ കൃഷ്ണ സംസാരിക്കുന്ന സമയത്ത് നവീന ചോദിക്കുന്നു, എന്താ ഇങ്ങനെ സൗണ്ടൊക്കെ മാറിയിരിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നു. നിൻ്റെ കഴുത്തിനാരില്ല? അപ്പം പെട്ടെന്ന് അവൾക്ക് നാടൻ ഭാഷ വരുന്നു, എൻ്റെ കഴുത്തിനാര് കുത്തിപ്പിടിക്കുക എന്നുള്ള രീതിയിലൊക്കെ പറയും. അപ്പോൾ പറയും, പനി ആയതുകൊണ്ടാണ് സൗണ്ട്, അങ്ങനെ ആശുപത്രിയിലൊക്കെ അല്ലായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ നവീൻ പെട്ടെന്ന് പറയും, എനിക്ക് തൻ്റെ ഈ സംസാരം ഇഷ്ടപ്പെടുന്നുണ്ട്, ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നു. തനിക്കൊരു സർപ്രൈസ് ഉണ്ട്, നാളെ ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറയും. അപ്പോൾ കൃഷ്ണയ്ക്ക്, ഇങ്ങോട്ടോ? അതേന്ന് പറയും, നിന്നെ കാണാൻ വരുന്നുണ്ടെന്ന് പറയും, വീട്ടിലെല്ലാവരും വരുന്നുണ്ടെന്ന് പറയും. അവരോടും ഇങ്ങനെ സംസാരിച്ചാൽ മതി, അവർക്ക് ഇഷ്ടപ്പെടും എന്നുള്ള രീതിയിൽ പറയുകയാണ്. അങ്ങനെ ഓക്കെ പറഞ്ഞു വെക്കുകയാണ്. ഇത് കേട്ടാ ഗാഥയ്ക്കാണ് കലി ഇളകും. കാരണം ഇവളുടെ ഇതൊന്നും ഇവൾക്ക് ഇഷ്ടപ്പെടുന്നില്ലല്ലോ. പക്ഷേ നവീന് ഗാഥ പറയും, എങ്ങനെ നവീന് ഇഷ്ടപ്പെട്ടെന്നൊക്കെ പറയുന്നു, ഇതൊക്കെ എന്തുവാ എന്നുള്ള രീതിയിൽ അങ്ങ് ഇത് ചെയ്യുകയാണ്. അങ്ങനെ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ സിതാര പറയും, പുറകെ സിതാരയും പോവും. എന്നിട്ട് കൃഷ്ണ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. ആ സമയത്ത് ഗോപാലനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ അറിയുന്നു. അപ്പോൾ ഗോപാലൻ പറയുന്നു, വിഷമിക്കേണ്ട മോളെ, എല്ലാം ശരിയാകും, അമ്മയ്ക്ക് വേണ്ടിയല്ലേ, നീ അവർ പറയുന്നതൊക്കെ അനുസരിച്ച്, സുനന്ദ നാളെ അങ്ങോട്ടേക്ക് വരും, അപ്പം നിനക്ക് നിൻ്റെ എല്ലാ വിഷമങ്ങളും പറയാമെന്ന് പറയുന്നു. അങ്ങനെ കൃഷ്ണ തൻ്റെ അമ്മയുമായിട്ടുള്ള ഓരോ കാര്യങ്ങൾ, പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ചിരിക്കുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നാളത്തെ എപ്പിസോഡിനെ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.